മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി എൻ അരുൺ വാളകം ഗ്രാമപഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ പര്യടനം നടത്തി. വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ച് സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയാണ് അരുണിന്റെ പര്യടനം മുന്നേറുന്നത്. രാവിലെ പനാമപ്പടിയിൽ നിന്നും ആരംഭിച്ച പര്യടനം പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിലൂടെ സഞ്ചരിച്ച് ഉച്ചയ്ക്ക് അമ്പലപ്പടിയിൽ സമാപിച്ചു. മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി എൻ അരുണിന്റെ പൊതുപര്യടനം വാളകം പഞ്ചായത്തിൽ നടന്നു. രാവിലെ പനാമപ്പടിയിൽ നിന്നും ആരംഭിച്ച് പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും സഞ്ചരിച്ചാണ് ഉച്ചയ്ക്ക് അമ്പലംപടിയിൽ പര്യടനം സമാപിച്ചത്. മുൻ MLA എൽദോ എബ്രഹാം വാളകം പഞ്ചായത്തിലെ പൊതുപര്യടനം ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളോടുള്ള പ്രതിബദ്ധതയും ചെറുപ്പക്കാരുടെയും വിദ്യാർത്ഥികളുടെയും ഒക്കെ നേടിയെടുത്ത അവകാശങ്ങൾ കവർന്നെടുക്കാൻ ഭരണകൂടം ശ്രമിച്ചപ്പോൾ UDFന്റെ ഭരണസമിതിയും കേന്ദ്ര ഭരണാധികാരികളും ഒക്കെ തുടർച്ചയായി നമ്മുടെ നാടിനെ മോശമാക്കുന്നതിനും നാട്ടിലെ വിദ്യാർത്ഥികൾ അവരുടെ അവകാശമാണ് വലുത് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തിയ പ്രക്ഷോഭങ്ങളെ തുടർന്ന് പലതവണ ജയിൽവാസം അനുഭവിക്കുകയും ക്രൂരമായ മർദ്ദനത്തിന് ഇരയാവുകയും ചെയ്ത സഖാവ് എൻ അരുണിനെ ഇടതുപക്ഷം തീർച്ചയായും ഏറെ അഭിമാനത്തോടു കൂടിയിട്ടാണ് ജനസമക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. സഖാവ് അരുൺ നമുക്ക് അദ്ദേഹത്തിന്റെ വിജയം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഈ വരുന്ന ഏപ്രിൽ മാസം 9 വരെയുള്ള ദിവസങ്ങളിൽ നമുക്കെല്ലാം കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഒരുമിച്ച് ഈ കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ ഒരു ഗവൺമെന്റ് മൂന്നാമതും ഉണ്ടാകണം. അങ്ങനെ ഒരു ഗവൺമെന്റ് ഉണ്ടാകുമ്പോൾ നമുക്ക് സഖാവ് എൻ അരുണിനെ കേരള നിയമസഭയുടെ അകത്തളങ്ങളിലേക്ക് പറഞ്ഞയക്കണം. നിരവധി ഇരുചക്രവാഹനങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് പര്യടനം പുരോഗമിക്കുന്നത്. പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചാണ് അരുണിന്റെ പര്യടനം മുന്നേറുന്നത്. ഉജ്ജ്വലമായ സ്വീകരണമാണ് എല്ലാ സ്വീകരണ കേന്ദ്രങ്ങളിൽ നിന്നും അരുണിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. തികഞ്ഞ ആത്മവിശ്വാസത്തോടെ സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞാണ് പര്യടനം പുരോഗമിക്കുന്നത്.